നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് API എന്നൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കത്തിലേക്ക് ആവശ്യമുള്ള ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഈ രൂപത്തിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കൊരു API എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരു API നമുക്ക് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരണേ നോക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന API എന്ന് പറയുന്നത് JSON പ്ലേസ് ഓർഡർ എന്ന സൈറ്റിൽ കുറച്ച് APIകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം. ഇവിടെ 100 പോസ്റ്റ് നമുക്കിവിടെ കിട്ടും. കമൻസിൽ പോയാൽ 500 കമൻസ് നമുക്കിവിടെ കിട്ടും. ആൽബത്തിൽ പോയാൽ നമുക്കൊരു 100 ആൽബം ഇവിടെ കിട്ടും. അതേപോലെ ഫോട്ടോസിൽ പോയാൽ ഒരു 5000 ഫോട്ടോസ് നമുക്കിവിടെ കിട്ടും. ടു-ഡൂവിൽ പോയാൽ ഒരു 200 ടു-ഡൂസ് നമുക്കിവിടെ കിട്ടും. അതേപോലെ തന്നെ യൂസേഴ്സിൽ പോയാൽ ഒരു 10 യൂസേഴ്സിനെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റ് നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഈ ടു ഡു ഇവിടെ കാണുന്ന ഈ ഇതിലെ ഒരു 10 യൂസേഴ്സിന്, എന്താണ് യൂസേഴ്സ്, ഇത്രയും യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ യൂസേഴ്സിനെ നമുക്ക് എങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്പോൾ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ API ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് അഡീഷനായിട്ട് ഒരു റിക്വസ്റ്റ് എന്നുള്ളൊരു പാക്കേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ പിപ്പ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം നമുക്കിവിടെ വന്ന് റിക്വസ്റ്റ്, ഈ ഫയൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, ഈ API ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് എന്ന ആ പാക്കേജിനെ നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ പാക്കേജ് നമ്മളിതിലേക്ക് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വ്യൂസിൽ പോയിട്ട് നമുക്ക് ഇപ്പോൾ ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ഇതിനെ നമുക്കിത് ചെയ്യാം, ഇതിലേക്കൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഫ്രം, അതിനുശേഷം നമുക്കിവിടെ വന്ന് സ്പേസ് ഇട്ടതിന് ശേഷം റിക്വസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. റിക്വസ്റ്റ്, അപ്പോൾ അത് ആ ഫയൽ ഇതിലേക്കൊന്ന് ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ആ ഫയൽ റിക്വസ്റ്റ് എന്നുള്ള ഫയൽ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. റിക്വസ്റ്റസ് എന്നുള്ള ആ ഫയൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ വന്ന് വേരിയബിൾ നെയിം റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുക്കേണ്ട, റെസ്പോൺസ് എന്ന് ചേർത്തു. അതിനുശേഷം ഈക്വൽ ടു അതിനുശേഷം നമ്മൾ മുകളിൽ ഇൻസേർട്ട് ചെയ്ത റിക്വസ്റ്റ് എന്നുള്ളത് ഇതിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ വന്ന് റിക്വസ്റ്റസ് എന്ന് ചേർത്തു, റിക്വസ്റ്റസ്. ഓക്കെ, അത് നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഡോട്ട് റിക്വസ്റ്റ് എന്നുള്ളതിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഗെറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ആ വെർച്വൽ എൻവയോൺമെൻറ്റ് നമ്മൾ ആ പാക്കേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടില്ല. നമുക്ക് ഒന്നുകൂടി ആ പാക്കേജ് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാം. ഓക്കെ, അതൊന്ന് ലോഡ് ചെയ്ത് വരണുള്ളൂ. നമ്മൾ ഈ പാക്കേജ് ഇതിലേക്കായിട്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റിക്വസ്റ്റിനെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അത് ലോഡ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ വെർച്വൽ എൻവയോൺമെൻറ്റ് ഉണ്ടാവുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. നമുക്കിവിടെ ഫ്രം എന്നതിന് പകരം നമുക്കിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് റിക്വസ്റ്റസ് എന്നുള്ളതിനെ നമുക്ക് ഇമ്പോർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് റെസ്പോൺസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട്, എന്നതിന് ശേഷം നമുക്ക് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഗെറ്റ് എന്നിട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ JSON പ്ലേസ് ഓർഡറുള്ള ഈ ഫയൽ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്കിവിടെ വന്ന് JSON പ്ലേസ് ഓർഡറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, യൂസേഴ്സ് എന്നുള്ള ഫയലിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഫയൽ ഇവിടെ കിട്ടും. ഈ ലിങ്ക് നമുക്കൊന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിനുള്ളിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി കിട്ടുന്ന ഡാറ്റാസിനെ നമുക്കൊരു JSON ഫോർമാറ്റിലേക്കായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, യൂസർ എന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പേര് യൂസർ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു
യൂസർ എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മുകളിൽ കൊടുത്തത് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു JSON ഫോർമാറ്റിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് JSON എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു കോമ ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈ ഒരു കേളി ബ്രേസസ് ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് യൂസർ എന്ന് ചേർത്തു. ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ID ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വേരിയബിളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വ്യൂവിലായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രൊജക്റ്റിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം ഒരു OL എന്ന് ചേർത്തു. ഒരു ഓർഡർ ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഓയിലിൻ്റെ ടൈപ്പ് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്തു, 1 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് ഒരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ രൂപത്തിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം for a in users എന്ന് ചേർത്ത് കൊടുത്തു. യൂസർ എന്ന് ചേർത്ത് കൊടുത്തു. യൂസർ എന്ന് പറയുന്നത് നമ്മൾ ഈ വ്യൂവിൽ ഇവിടെ കൊടുത്ത ആ വേരിയബിളിൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ എന്ന് ചേർത്തു. ഇനി ഇതിലെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്ന് LI എന്ന് ചേർത്ത് കൊടുത്തു. LI ലിസ്റ്റ് എന്നില്ലാത്ത ടാഗാണ്, LI എന്ന് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് നെയിം എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, നമ്മൾ ആ കൊടുത്ത നെയിം നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു 2 കേളി ബ്രേസസ് ഇടുക. അതിനുശേഷം എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ വാല്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, എ എന്നുള്ള വേരിയബിളിലേക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ A.name എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് മുകളിൽ ഓപ്പൺ ചെയ്തിരുന്ന ആ 4 എന്നുള്ളത് നമ്മളിവിടെ വച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, ഇവിടെ ഇത് ഒരു പെർസെൻറ്റേജ് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് end 4 എന്ന് ചേർത്തു. ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നേരത്തെ സ്റ്റോപ്പ് ആയതാണ്. അപ്പോൾ എഗെയിൻ നമുക്ക് ഒന്നുകൂടിയും റൺ ചെയ്യിപ്പിക്കാം. പൈത്തൺ 3 സ്പേസ് manage.py സ്പേസ് റൺ സെർവർ. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡ് ചെയ്ത് റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമുക്ക് ആ നെയിംസുകൾ ഏതൊക്കെയാണോ 1 by 1 ആയിട്ട് ആ 10 നെയിംസും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, അവരെ ഇമെയിൽ ID കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ അവരെ യൂസർ നെയിം കൂടി നമുക്കിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഞാനിവിടെ വന്ന് യൂസർ നെയിം എന്ന് ചേർത്തു. എഗെയിൻ നമ്മളിവിടെ വന്നൊരു കോളൻ ഇട്ടു. അതിനുശേഷം ഈ രൂപത്തിൽ 2 ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം A.user name എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് ആ യൂസർ നെയിം കൂടി ഇതിൻ്റെ കൂടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ യൂസർ നെയിം കൂടി ഇതിൻ്റെ കൂടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അവരെ ഇമെയിൽ ID കൂടി വേണം. അപ്പോൾ ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ ID എന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇമെയിൽ എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ എഗെയിൻ ആ ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് A.email എന്നും ചേർത്തു. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഇമെയിൽ കൂടി ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളൊരു JSON ഫയൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രൊജക്റ്റ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേക്ക് API ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഇ-കൊമേഴ്സ് സൈറ്റിലേക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിത് ഈ ക്ലാസ്സിൽ പറഞ്ഞത് നമുക്കൊരു API കിട്ടുകയാണെങ്കിൽ എങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രൊജക്റ്റിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു API നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മളെ പ്രൊജക്റ്റിൽ എങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്കത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.